ഒരു കാര്യവുമില്ലാതിരിക്കുന്ന റഷ്യക്കിട്ടൊരു പണി കിട്ടി. അപ്പോഴാണ് ഈ പറയുന്ന വേദപുസ്തകത്തിൽ പറയുന്ന അന്ത്യയുദ്ധത്തിൽ ഇറാൻ, ലിബിയ, തുർക്കി, സുഡാൻ ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ആർക്കെതിരെ യുദ്ധം ചെയ്യുന്ന പറയുന്നത്? റഷ്യയും ഉൾപ്പെടെ ചേർന്നിട്ട് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യും. ആദ്യം ഒന്ന് ക്ഷീണിച്ചാലും ഇസ്രായേൽ ഇവരെയൊക്കെ നിലം പരിശാക്കി ജയിക്കുമെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റഷ്യയിലേക്ക് മിനിഞ്ഞാന്നുണ്ട ആക്രമണം ഈ വേദപുസ്തകത്തിൽ പറയുന്നത് പോലെ അല്ല എന്ന് പറയുകയാണെങ്കിൽ അത്ര കടുത്ത നിരീശ്വരവാദിയൊന്നും ആകാൻ എന്നെ കിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പം സുവിശേഷം പ്രസംഗിക്കുകയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ എനിക്കൊരു ചുക്കില്ല. കാരണം ഇത് സത്യമാണ്. സുവിശേഷത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ബൈബിളിൽ ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു. എല്ലാ മാന്യ സ്നേഹിതർക്കും സ്നേഹവന്ദനങ്ങൾ. ABC ടോക്സിൽ ശ്രീ വടയാർ സുനിലും സിനുജിയും ചേർന്ന് നടത്തുന്ന കുറേയധികം സംഭാഷണങ്ങളുണ്ട്. അതിൽ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനകളുടെ അടിസ്ഥാനത്തിൽ ചില വിഷയങ്ങൾ അവർ വിലയിരുത്തുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തെ ആധാരമാക്കി വിലയിരുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. എന്ന് വെച്ചാൽ ഇന്ന് നടക്കുന്ന യുദ്ധങ്ങളൊക്കെ 2400 കൊല്ലങ്ങൾക്ക് മുമ്പ് വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളവകളാണ് എന്നും അവകൾ തന്നെ നടക്കുന്നതിൽ വളരെയധികം അതിശയോക്തിയുണ്ട് എന്നുമുള്ള നിലയിൽ അവർ സംസാരിക്കുന്നത് കണ്ടു. വിശുദ്ധ വേദപുസ്തകത്തിൽ കൃത്യമായി ഇനി നടക്കുവാൻ പോകുന്ന യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. എന്നാൽ ഇന്നുള്ള സമകാലീന സംഭവങ്ങൾ വച്ച് അവകൾ സംഭവിച്ചു കഴിഞ്ഞു എന്ന ഒരു നിഗമനത്തിലേക്ക് ചെല്ലുമ്പോഴാണ് ഒരു വിശദീകരണം നൽകേണ്ടതായി വരുന്നത്. വടയാർ സുനിൽ വളരെ ഭംഗിയായി വേദപുസ്തകത്തിലെ ചില വാക്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇവകൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് എന്നും ഞാൻ പറയുന്നത് സുവിശേഷ പ്രസംഗമല്ല, കൃത്യമായി ഒരു ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതെങ്ങനെ പറയാതിരിക്കും എന്നും ഞങ്ങളുടെ ശ്രോതാക്കളായ ഹൈന്ദവർക്ക് അതിലെന്തെങ്കിലും പ്രയാസമുണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് അത്തരത്തിലൊരു സാധ്യത ഹൈന്ദവ സഹോദരന്മാരിൽ നിന്നുണ്ടാകാൻ സാധ്യതയില്ല എന്നും, കാരണം അവർ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നവരാണ് എന്നും, ഇനി ചിലർക്കത് പ്രയാസമുണ്ടാകും, അതിൽ ഞങ്ങൾക്ക് ഖേദമില്ല എന്നും ഒക്കെ പറഞ്ഞ് അവർ ആ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇവര് സംസാരത്തിനിടയിൽ വരുത്തിയ ഒരു മിസ്റ്റേക്കാണ് എനിക്ക് ഓർപ്പിക്കാനുള്ളത്. അവർ പറഞ്ഞൊരു കാര്യം ഇതാണ്: ഇപ്പോൾ സംഭവിക്കാനുള്ള യുദ്ധം, സംഭവിച്ചു കൊണ്ടിരിക്കുന്ന യുദ്ധം ഗോഗ് മാഗോഗ് യുദ്ധമാണ് എന്ന നിലയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അല്ല, ഇപ്പൊ നടക്കുന്ന യുദ്ധം ഗോഗ് മാഗോഗ് യുദ്ധമല്ല. വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഇനി പ്രധാനപ്പെട്ട 2 യുദ്ധങ്ങളാണ് ലോകത്ത് സംഭവിക്കാനുള്ളത്. അതിലൊന്ന് അർമഗദോൻ യുദ്ധവും 2 ഗോഗ് മാഗോഗ് യുദ്ധവുമാണ്. ഈ അർമഗദോൻ യുദ്ധം എന്ന് പറയുന്നതിനെ തേർഡ് വേൾഡ് വാർ നമുക്ക് പറയാം. അത് പറയുന്നതിന് കാരണം 2 യുദ്ധങ്ങൾ സംഭവിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഈ 2 യുദ്ധങ്ങളുടെയും സംഭവങ്ങൾ, 1, 2 ലോകമഹായുദ്ധങ്ങളുടെ കാരണങ്ങൾ എന്താണെന്ന് പറയുന്നതിനേക്കാൾ അതുകൊണ്ടുണ്ടായ ഗുണം എന്താണ് എന്ന് പറഞ്ഞാൽ 1840-ലധികം കൊല്ലം രാജ്യമില്ലാതെ ഉഴന്നു നടന്ന ഇസ്രായേലിന് സ്വന്തമായി രാജ്യമുണ്ടായി എന്നതാണ് 2 യുദ്ധങ്ങളുടെയും നേട്ടം. അപ്പോൾ ഇനി നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട യുദ്ധം ബൈബിൾ പറയുന്ന യുദ്ധമാണ്. അപ്പൊ ഇതുവരെ നടന്നതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ ഇസ്രായേലിന് രാജ്യം കയ്യിൽ കിട്ടുന്ന യുദ്ധമാണ്. ഇന്ന് ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുന്നതും നമുക്ക് തേർഡ് വേൾഡ് വാറായി പരാമർശിക്കാൻ സാധ്യമല്ല. കാരണം അതിലേക്ക് പോകണമെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇവർ ഉദ്ധരിച്ചു വന്ന വാക്യങ്ങളിൽ യെഹെസ്കേൽ പ്രവചനം 38, 39 അധ്യായങ്ങളാണ് ഇനി വരുവാനിരിക്കുന്ന യുദ്ധം. ആ യുദ്ധത്തിൽ റഷ്യയുടെ സ്റ്റാൻഡ് കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്. യെഹെസ്കേൽ പ്രവചനം 38 അധ്യായം 3 വാക്യം: യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഇത് റഷ്യ വിളിക്കുകയാണ്.
ഞാൻ നിന്നെ വഴി തെറ്റിച്ച നിന്റെ താടിയല്ലിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെയും നിന്റെ സകല സൈന്യത്തെയും കുതിരകളെയും ഒട്ടൊഴിയാതെ സർവായുധ വർഗം ധരിച്ച കുതിരച്ചേവകരെയും ഒട്ടൊഴിയാതെ വാളും പരിചയും പലകയും എടുത്തൊരു മഹാസമൂഹത്തെയും അവരോടുകൂടെ ഒട്ടൊഴിയാതെ പലകയും തലക്കോരികയും ധരിച്ച പാർസികൾ, പഴയ പേർഷ്യയാണ്, ഇന്നത്തെ ഇറാനാണ്. കൂശ്യർ ഈജിപ്റ്റാണ്. പൂത്യർ ലിബിയയാണ്. ഗോമരും അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേ അറ്റത്തുള്ള തോഗർമ ജർമ്മനിയാണ്. എന്നിങ്ങനെ പല ജാതികളെയും നിന്നോടുകൂടെ പുറപ്പെടുമാറാക്കും. ഒരുങ്ങിക്കൊള്ളുക. നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുവിൻ. റഷ്യയോട് പറയുക, നീ അവർക്ക് മേധാവിയായിരിക്കാം. ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. ഇത് ഇന്നൊക്കെ 2400 കൊല്ലം എഴുതിയിട്ട് വാളിനൊഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തേക്ക് നീ ഒടുക്കം വന്നു ചേരും. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ. എന്നാൽ അവർ ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന് എല്ലാവരും നിർഭയമായി വസിക്കും. നീ മഴക്കോട് പോലെ കയറി വരും. നീയും നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോടുകൂടെ പല ജാതികളും മേഘം പോലെ ദേശത്തെ മൂടും. അപ്പോൾ ഇസ്രായേലിന്റെ മുകളിൽ ഇവരുടെ എല്ലാം യുദ്ധവിമാനങ്ങൾ വന്ന് മേഘം പോലെ മൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ബൈബിൾ വളരെ കൃത്യമായി സംസാരിച്ചു വെക്കുകയാണ്. അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം, അങ്ങ് വടക്കേ മൂലയ്ക്ക് കിടക്കുന്ന റഷ്യക്ക് വരാൻ താല്പര്യമുണ്ടായിട്ടല്ല, പക്ഷെ അവന്റെ താടിക്ക് ചൂണ്ടൽ കൊളുത്തി അവനെ കൊണ്ടുവരും എന്നതാണ് പരാമർശം. അപ്പൊ ഇവര് വരുന്ന കാലത്തെക്കുറിച്ച് പിന്നെയും വിശദീകരണമുണ്ട്, ഒരുപാട് വിശദീകരണമുണ്ട്, ഞാൻ മൊത്തം വായിക്കുന്നില്ല. 13-ാം വാക്യം, ശബായും ദദാനും തർസീസ് വർത്തകന്മാരും അതിലെ സകല ബാലസിംഹങ്ങളും നിന്നോട്, നീ കൊള്ളയിടുവാനോ വന്നത് കവർച്ച ചെയ്യുവാനും വെള്ളിയും പൊന്നും എടുത്തുകൊണ്ടു പോകുവാനും കന്നുകാലികളെയും ധനത്തെയും അപഹരിപ്പാനും ഏറ്റവും വലിയ കൊള്ള നടത്തുവാനുമാകുന്നുവോ നീ നിന്റെ സമൂഹത്തെ കൂട്ടിയിരിക്കുന്നത് എന്ന് പറയും. ആര്? ശബാ ദദാൻ തർസീസ് വർത്തകന്മാർ. അമേരിക്കയും തെക്കുവടക്ക് അമേരിക്കയും ബ്രിട്ടനും സഖ്യകക്ഷികളുമാണ് ഈ പറയുന്ന ശബാ ദദാൻ തർസീസ് വർത്തകന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ ചേർന്ന് റഷ്യയോട് ചോദിക്കും, നീ എന്തിനാടാ വന്നത് എന്ന് ചോദിച്ച് ഇസ്രായേലിനെ പിന്തുണച്ച് നിൽക്കുന്ന ഒരു കാലം വരും. ഇതൊന്നും ഇപ്പൊ ആയിട്ടില്ല കേട്ടോ. ഇപ്പൊ നമ്മൾ കാണുന്നേക്ക് അതിന്റെ ആ പ്രാരംഭ നടപടികളാണ്. യുദ്ധത്തിലേക്കൊന്നും കടന്നിട്ടില്ല, താമസിയാതെ കടക്കും. അപ്പോ അടുത്ത റഷ്യയോട് പറയുക, നീയും 15-ാം വാക്യം, നീയും നിന്നോടുകൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹവും മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്തു നിന്ന് തന്നെ വരും. അപ്പൊ ശരിക്കും ഇത് വളരെ രസകരമായ ഒരു സംഭവമാണ്. ഇത് സംഭവിച്ചിട്ടില്ല, സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിന്റെ വടി ഒടിക്കാൻ പോയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പൊ നടക്കുന്ന ഈ സംഭവങ്ങൾ അവസാന യുദ്ധമായ ഗോഗു മാഗോഗ് യുദ്ധമല്ല എന്ന് തിരിച്ചറിയണം. ആ യുദ്ധത്തിന് മുമ്പ് നടക്കാനുള്ള അർമഗദോന്റെയും മുമ്പ് നടക്കുന്ന റിഹേഴ്സലാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പരിശീലനമാണ്. ഇനി ഇത് യുദ്ധത്തിലേക്ക് കടക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമായി സംഭവിക്കേണ്ടത് അലക്സ ദൈവാലയത്തിന്റെ നാശമാണ്. അതിലേക്കാണ് കഥകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇവരുടെ സംഭാഷണത്തിന്റെ ഒരു അല്പഭാഗം ഞാൻ കേൾപ്പിക്കാം. ബൈബിളിൽ മുമ്പ് എഴുതി വെച്ചിട്ടുള്ളതാണ്. അതുപോലെ സംഭവിച്ചു. കല്ലിന്മേൽ കല്ലില്ലാതെ ഗസയെ അവസാനിപ്പിക്കുമെന്ന് ബൈബിൾ പറഞ്ഞു. അതിനുശേഷവും ബൈബിളിലെ പല വാചകങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു ഇതെല്ലാം ബൈബിൾ നേരത്തെ എഴുതി വെച്ചാണ്. പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞു ലെബനോനെ ആക്രമിച്ചു പറഞ്ഞു. ബൈബിളിൽ പറയുന്നുണ്ട്, ലെബനോനെ നിന്റെ വാതിലുകൾ തുറക്കുക, നിന്റെ ദേവദാരുകളെ കരിക്കാനായിട്ട് തീമഴ വരുന്നുണ്ട്, അതൊക്കെ ബൈബിളിൽ പറയുന്നുണ്ട്. പക്ഷെ കുറച്ചു നാളായിട്ട് ബിബ്ലിക്കൽ വാചകങ്ങളൊന്നും കാണുന്നില്ല, എല്ലാം അവസാനിച്ചോ? ഇല്ല ഇന്നലെ ഞാൻ വീണ്ടും ബൈബിൾ എടുത്ത് വായിച്ചു. കാരണം ബൈബിളിൽ പറഞ്ഞ കാര്യം വീണ്ടും വിരിഞ്ഞാത് സംഭവിച്ചു. അതായത് വളരെ കൗതുകരമായ കാര്യമാണ്. നമ്മുടെ ഈ രാഷ്ട്രീയ നിരീക്ഷകരൊന്നും നോക്കുന്നില്ല. ഇതിന് ബൈബിളുമായി ഞാൻ ഇസ്രായേലിന്റെ കാര്യത്തിൽ വലിയ ബൈബിൾ വിശ്വാസിയാണ്. ബൈബിളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അച്ചട്ടായി നടക്കുന്നുണ്ട് എന്ന്. അപ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇന്നലെ ബൈബിളിൽ പറഞ്ഞതുപോലെ സംഭവിച്ചു അല്ല, ആ സംഭവം തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. 2, ഇസ്രായേലിന്റെ കാര്യത്തിൽ ഞാനൊരു ബൈബിൾ വിശ്വാസിയാണ്. സുഹൃത്തെ, ഇസ്രായേലിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഏത് കാര്യത്തിൽ താങ്കൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്നത് പറയുന്നത് നന്നായിരിക്കും. സകല കാര്യത്തിലും ബൈബിൾ പറയുന്നതാണ് യാഥാർത്ഥ്യം. അതിനകത്ത് വിശ്വസിക്കാതിരിക്കത്തക്കത് ഒന്നും തന്നെ ഇല്ല. പിന്നെ എന്തുകൊണ്ടോ നമ്മളെയൊക്കെ ആൾക്കാർ പറഞ്ഞ് തെറ്റിച്ചിരിക്കുന്നത് കൊണ്ട്, ബൈബിൾ ക്രിസ്ത്യാനികളുടെയും യഹൂദന്മാരുടെയും ഗ്രന്ഥമാണെന്നൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്കത് വായിക്കാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ. മനസ്സിരുത്തി വായിക്കണം. അപ്പോ മനസ്സിലാകും ഈ തിരുവഴുത്തിലൂടെ അല്ലാതെ നിത്യരക്ഷയ്ക്കൊരു വകയില്ല എന്നുള്ള സത്യം. എനിക്കൊരു മടിയുമില്ല. നോക്കൂ,
ഈ ഇസ്രയേലും ഇറാനുമായിട്ടുള്ള സംഘർഷം. റഷ്യക്ക് ഒരു കാര്യമില്ല, റഷ്യ ഇറാന്റെ സുഹൃത്താണ്. ഇന്നലെ സിറിയയിൽ സംഭവിച്ചൊരു കാര്യമുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്ന് സിറിയയില് റഷ്യയുടെ ഒരു എയർബേസ് ഉണ്ട്. പല രാജ്യങ്ങൾക്കും പലയിടത്തും അവർ പാട്ടത്തിലെടുക്കുന്നതായിരുന്നു. റഷ്യ അവിടെ പാട്ടത്തിലെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ സിറിയ കൊടുത്തിരിക്കുന്ന എയർബേസ് ആണ് ഹമീമം എയർബേസ്. അവിടെ ഇറാനിൽ നിന്ന് ഹിസ്ബുള്ളയ്ക്ക് കൊടുക്കാനുള്ള ആയുധങ്ങളും റോക്കറ്റും ഒക്കെ പ്ലെയിനിൽ ഒരു ചരക്ക് വിമാനത്തിൽ കൊണ്ടിറക്കി. അതെല്ലാം അവിടെ ഒരു ഗോഡൌണിൽ അടുക്കി വെച്ചു. ഇസ്രയേല് മിസൈൽ അയച്ച് റഷ്യയുടെ എയർബേസിലുള്ള ഈ ഗോഡൌൺ തകർന്നു. വലിയ സ്ഫോടനം ഉണ്ടായി. ലക്ഷക്കണക്കിന് റോക്കറ്റുകളും മറ്റ് ആയുധങ്ങളും തകർന്നുപോയി. ഇതൊരു സാധാരണ സംഭവമല്ല. കാരണം ഇപ്പൊ നമ്മളറിയാം, നമ്മുടെ രാജ്യത്ത് വിദേശ രാജ്യങ്ങളുടെ എംബസികളുണ്ട്. ആ എംബസികൾ അവരുടെ രാജ്യം പോലെ അവരുടെ കയറ്റി അവിടെ പ്രവേശിക്കണമെങ്കിൽ അമേരിക്കയുടെ എംബസിക്കാരന് അവിടെ അനുവാദം പറഞ്ഞു. ഇന്ത്യയിലാണെങ്കിൽ പോലും അത് അമേരിക്കയുടെ ഭാഗമാണ് എന്ന് പറയുന്ന പോലെ ഖമീമം എയർബേസ് എന്ന് പറയുന്ന സിറിയയാണെങ്കിൽ റഷ്യയുടേതാണ്. അപ്പോ ഇസ്രയേൽ ആക്രമിച്ചിരിക്കുന്ന ആരെയാണ്? റഷ്യ. ഇങ്ങനെ സംഭവിക്കും ബൈബിളിൽ പറയുന്നുണ്ട്. ബൈബിളിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട യുദ്ധമാണ് ഗോഗ് മഗോഗ് യുദ്ധം. അതായത് നോഹയുണ്ടല്ലോ, അവസാനം പ്രളയം വന്നപ്പോ എല്ലാ ജീവജാലങ്ങളെയും പട്ടണത്തിലാക്കി രക്ഷിച്ച് നോഹയുടെ മകനായ യാഫത്തിന്റെ മക്കളുടെ വംശത്തിൽപ്പെട്ടവരാണ് ഗോഗ് മഗോഗ് യുദ്ധം. അതായത് ബൈബിളിലെ ദൈവവചന പ്രകാരം ഒരു പ്രധാനപ്പെട്ട യുദ്ധമാണ് ഇത്, ഗോഗ് മഗോഗ് യുദ്ധം. അപ്പൊ അതിനകത്ത് അടുത്ത കാര്യം ക്ലിയർ ആയി വരികയാണ്. നോഹയുടെ കാലത്തെ വെള്ളപ്പൊക്കവും നോഹയുടെ വംശപാരമ്പര്യവും അതുമായി ബന്ധപ്പെട്ട് താഴേക്ക് വരുന്ന വംശപാരമ്പര്യങ്ങളും അവർ പാർക്കുന്ന ഇടങ്ങളുമൊക്കെ സത്യമാണ് എന്ന വസ്തുത വടയാർ സുനിൽ അറിയാതെ പറഞ്ഞു വെക്കുകയാണ്. ശ്രദ്ധിക്കാം. കർത്താവിന്റെ രണ്ടാം വരവ് പറയുന്നു. അപ്പൊ അന്ത്യകാലത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് കർത്താവിന്റെ രണ്ടാം വരവ് ആസന്നമാണ് എന്ന് പറയുന്ന വ്യക്തമാക്കി കൊടുക്കുന്ന യുദ്ധമാണ് ഗോഗ് മഗോഗ് യുദ്ധം. ഇവിടെ അപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവുകയാണ്. ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് പറയുന്നത് അതിന് പിന്നീട് സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട സംഭവമായി അദ്ദേഹം എടുത്തുദ്ധരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനോട് ചേർന്ന് നടക്കാനിരിക്കുന്ന ഒരു യുദ്ധമാണ് ഇത് എന്നും ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി സംഭവിക്കുന്നു എന്നും വടയാർ സുനിൽ പറഞ്ഞു വെക്കുന്നതിൽ നിന്നും യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിൽ അദ്ദേഹം അറിയാതെ വിശ്വസിക്കേണ്ടി വരുന്നു എന്നൊരു തലത്തിലേക്ക് എത്തുകയാണ്. കണ്ടോ? അപ്പോൾ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ് എന്തിനാണ് എന്നും ആർക്കു വേണ്ടിയാണ് എന്നും ഒക്കെയുള്ള കൃത്യമായ സത്യങ്ങളെ തച്ചുടയ്ക്കുകയായിരുന്നു ഇസ്ലാമിന്റെ വരവിന്റെ ഉദ്ദേശം. അതൊന്നും പാവം ഇവർക്കറിയില്ല. എന്തായാലും ഇവരുടെ ടോക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എതിർ ക്രിസ്തു എന്ന് പറഞ്ഞൊരു ആന്റി ക്രൈസ്റ്റ് ഉണ്ടാവും. എതിർ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ദൈവപുത്രനാണ് ക്രിസ്തു എന്നതിനെ നിഷേധിക്കുകയും ക്രിസ്തുവിനെ നിഷേധിക്കുകയും ക്രിസ്തുവിന്റെ വംശത്തിൽപ്പെട്ട അദ്ദേഹത്തെ ആരാധിക്കുന്നവരെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് എതിർ ക്രിസ്തു. അപ്പൊ ഏതായാലും ബൈബിളിൽ അറിയില്ലാത്ത, ബൈബിളെ കുറിച്ച് നല്ലൊരു പഠനമില്ലാത്ത വടയാർ സുനിൽ പോലും പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. യേശുക്രിസ്തുവിന് മുമ്പ് ഒരു എതിർ ക്രിസ്തു വരേണ്ടതായിട്ടുണ്ട്. എതിർ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ പ്രവർത്തികളെയും ക്രിസ്തുവിന്റെ പുനരാഗമനത്തെയും ക്രിസ്തുവിന്റെ ജനതയായ ഇസ്രായേലിനെയും എതിർക്കുന്ന ഒരു ഗ്രൂപ്പ്. അതാണ് ഇസ്ലാം. ഇസ്ലാം എന്ന വർഗത്തിന്റെ വരവ് തന്നെ, മുഹമ്മദിന്റെ വരവ് തന്നെ യേശുക്രിസ്തുവിനൂടെയുള്ള രക്ഷയെ ഇല്ലായ്മ ചെയ്യുക. ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല, അത് ജനങ്ങളിലേക്ക് എത്താതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ യേശുക്രിസ്തുവിനോടുള്ള രക്ഷ ജനങ്ങളിലേക്ക് എത്താതാക്കുവാൻ വേണ്ടി ചെകുത്താൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു തുറുപ്പ് ചീട്ടാണ് മുഹമ്മദ് നബി എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, ലോകത്തിൽ ഏതെങ്കിലും പ്രവാചകൻ ഇദ്ദേഹത്തെ പോലെ അധമമായ ജീവിതശൈലി നടത്തിയിട്ടുള്ള ആളുണ്ടോ? ലോകത്തിൽ ഏതെങ്കിലും മതത്തിന്റെ സ്ഥാപകൻ ഇതുപോലെ വികൃതമായ ഒരു ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടോ? നിങ്ങളത് ആലോചിച്ച് നോക്കൂ. അതിൽ നിന്ന് പിന്നെ എന്നിട്ട് അയാൾ പറയുക ഇനിയൊരു പ്രവാചകൻ വരാനില്ല, ഞാനാണ് അവസാനമായിട്ട് വന്നത്. കാരണം ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ വ്യക്തത നൽകുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ അതിന്റെ സമയക്കുറവ് കാരണം ഞാൻ ആ ഭാഗങ്ങളൊന്നും തൊടുവാൻ തയ്യാറാകുന്നില്ല. കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സുനിൽ ഇവിടെ പറയുന്നതിൽ നിന്നും എതിർ ക്രിസ്തു ആര് എന്നുള്ള കാര്യം ഒരുവിധം വ്യക്തമാണ്. കൂടുതൽ വിശദീകരണങ്ങൾ എനിക്ക് ആ വീഡിയോയിൽ നിന്ന് കേൾപ്പിക്കണമെന്നുണ്ടെങ്കിലും അത് ഒരുപാട് വീഡിയോയുടെ ദൈർഘ്യം ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ടും ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ,
എന്തുകൊണ്ട് യേശുവിന്റെ വരവ് താമസിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇവിടെ അതിക്രമക്കാരുടെ അതിക്രമം തികഞ്ഞിട്ടില്ല. അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോഴേ യേശുവിന്റെ വരവ് സംഭവിക്കുകയുള്ളൂ. ദാനിയേൽ പ്രവചനം 8:23 പറയുന്നത്, അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയും ഉള്ള ഒരു രാജാവ് എഴുന്നേൽക്കും എന്ന് പറഞ്ഞാൽ, അതിക്രമക്കാരുടെ അതിക്രമം, യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്നവരുടെ അതിക്രമം, യേശുവിനെ ദൈവപുത്രനല്ല എന്ന് പറയുന്നവരുടെ അതിക്രമം, യഹൂദനെ തള്ളിക്കളയുന്ന ജനത്തിന്റെ അതിക്രമം പൂർത്തീകരണത്തിലെത്തുമ്പോഴേ യേശുക്രിസ്തുവിന്റെ വരവ് സംഭവിക്കുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ, ഇസ്ലാമിന്റെ വ്യാപനം ഭൂലോകമാകമാനം വളരെ പെട്ടെന്ന് നടക്കണം. ഭൂലോകമാകമാനം ഇവരുടെ തിന്മ നിറയണം. ഇവരുടെ ലൈംഗിക വാസനകളും ആഗ്രഹങ്ങളും മുഴുവൻ മണ്ണിലും പരക്കണം. അത് സംഭവിക്കുമ്പോൾ അവരാൽ പിടിക്കപ്പെടാതിരിക്കുന്ന, വിശുദ്ധിയെ സൂക്ഷിച്ച് കർത്താവിനായി കാത്തിരിക്കുന്ന ജനതയെ ചേർക്കുവാൻ കർത്താവായ യേശുക്രിസ്തു വരും. അതുകൊണ്ട് ഇസ്ലാം വളരെ ശക്തമായി വളരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പാപം കുന്നോളം വളരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കർത്താവ് അബ്രഹാമുമായി ഉടമ്പടി ചെയ്യുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 15-ാം വാക്യത്തിൽ പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. അതിതാണ്, കനാൻ നാട് എനിക്ക് അവകാശമായി കിട്ടും എന്നതിന് എന്താണ് തെളിവ് എന്ന അബ്രഹാമിന്റെ ചോദ്യത്തിന് മറുപടിയായി ദൈവം പറയുന്ന കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 13-ാം വാക്യം. അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും. അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിന്റെ ശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോരും. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്തു. ശ്രദ്ധിക്കുക, അബ്രഹാമിന് ഒരു കുഞ്ഞു പോലും കിട്ടിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിനക്ക് മക്കളെ തരും, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ അവര് നിറയും. അത് അബ്രഹാം വിശ്വസിച്ചു, നീതിയായി കണക്കിട്ടു. 2-ാമത്തെ ഭാഗം, ദൈവം അബ്രഹാമിനോട് പറയാണ്, ഞാൻ നിനക്ക് ഈ കനാൻ ദേശം അവകാശമായി തരും. അബ്രഹാമിന്റെ ചോദ്യം, എങ്ങനെ എനിക്കറിയാം? മറുപടി, നിന്റെ ജനം നിന്റേതല്ലാത്ത ദേശത്ത് ഈജിപ്തിൽ 400 കൊല്ലം പാർക്കണം. അവിടെ പാർക്കുമ്പോൾ അവിടെയുള്ളവർ നിങ്ങളെ ഉപദ്രവിക്കും, അത് ഞാൻ നോക്കിക്കൊള്ളാം. അതാണ് കർത്താവ് ഫറവോനെയും സൈന്യത്തെയും വെള്ളത്തിൽ മുക്കി കൊല്ലാൻ കാരണം. അടുത്ത് കർത്താവ് പറഞ്ഞു, നിങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ വളരെ സമ്പത്തോടെ വരും, നിങ്ങൾക്ക് ഞാൻ ഈ കനാൻ നാട് തരും. ഇപ്പോൾ എന്തുകൊണ്ട് തരുന്നില്ലെന്ന് ചോദിച്ചാൽ, ഈ കനാൻ നാട്ടിലെ ജനം പാപത്തിൽ തികഞ്ഞിട്ടില്ല. അമോന്യരുടെ അക്രമം തികഞ്ഞിട്ടില്ല. അമോന്യരുടെ അക്രമം തികയുന്നത് വരെ എന്റെ ജനം ഈജിപ്തിൽ പാർക്കണം. ഇവരുടെ പാപം തികയുമ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ടുവന്നിട്ട് ഇവരെ മുഴുവൻ ഈ ദേശത്തുനിന്ന് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഈ ദേശത്ത്. സെയിം കാര്യമാണ് കർത്താവ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നത്. തന്റെ ജനത്തോട് ഇവിടെ വസിക്കുവാൻ പറയുകയാണ്. ഇവരുടെ പാപം തികയുമ്പോൾ ഇവരെ നശിപ്പിച്ചിട്ട് നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്ന രാജ്യത്തേക്ക് നമ്മളെ കൊണ്ടുപോകും. ആ സംഭവമാണ് യേശുവിന്റെ 2-ാം വരവ് എന്നറിയപ്പെടുന്ന കാര്യം. അപ്പോൾ വളരെ കൃത്യമായി മനസ്സിലാക്കുക, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധങ്ങളൊക്കെ റിഹേഴ്സലാണ്. ഇനി ആദ്യം നടക്കേണ്ടത് യേശുവിന്റെ 2-ാം വരവാണ്. 2-ാം വരവ് സംഭവിക്കണമെങ്കിൽ പാപികളുടെ പാപം തികയണം, അതിക്രമക്കാരുടെ അതിക്രമം തികയണം. അങ്ങനെ ഇന്ന് ഇസ്ലാം വളരെ വേഗത്തിൽ അവരുടെ അതിക്രമം തികയ്ക്കുവാൻ കരുതലോടിരിക്കുകയാണ്, ഫാസ്റ്റായിട്ട് ചെയ്യുകയാണ്. അതവർ ചെയ്യട്ടെ. അങ്ങനെ മുഴു ലോകവും ഈ പൈശാചികത്വം കൊണ്ട് നിറയുന്ന ഘട്ടത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വെളിപ്പെടും. തനിക്കായി കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ വെളിപ്പെടും. അതുകൊണ്ട് വടയാർ സുനിലൊക്കെ വചനം വായിച്ച് യുദ്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ താങ്കളെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും ഉലകത്തിനാകമാനം സംഭവിക്കുവാനുള്ള മുഴുവൻ പദ്ധതികളെക്കുറിച്ചും അതിന്റെ ക്ലിയർ കട്ട് ഡിസൈനറായ ദൈവം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നും മാനവകുലത്തിന് മുഴുവൻ മാനസാന്തരപ്പെടുവാൻ രക്ഷപ്പെടുവാൻ യോഗ്യമായ പദ്ധതി ആ പിതാവ് തന്നെ തന്റെ കൃപയാൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നും അത് കർത്താവായ യേശുക്രിസ്തു ആണെന്നും തിരിച്ചറിയണം. യേശുക്രിസ്തുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ്കൊണ്ട് ഏറ്റു പറയാൻ തയ്യാറായാൽ അവൻ ദൈവമക്കളാകുവാൻ കഴിയും. വചനമനുസരിച്ച് അവൻ ജീവിക്കുവാൻ തയ്യാറായാൽ അവനെ കർത്താവ് നിത്യരാജ്യത്തിലേക്ക് ചേർക്കും. അതിനുശേഷമേ ഇവിടെ ലോകമഹായുദ്ധം ആരംഭിക്കൂ. ആദ്യം ഇന്ന് യേശുവിന്റെ വരവ് സംഭവിച്ചാൽ തുടർമാനമായി 7 കൊല്ലം ഇവിടെ യുദ്ധമുണ്ടാകും. ആ യുദ്ധമാണ് ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് വിചാരിക്കരുത്. ആ യുദ്ധമാണ് അർമഗദോൻ യുദ്ധം.
അല്ലെങ്കിൽ മൂന്നാം ലോക മഹായുദ്ധം. അതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകത്തിൽ കിടക്കുന്ന മുഴുവൻ വിശദീകരണങ്ങളും അതാണ്. അവയെക്കുറിച്ച് ഞാൻ എഴുതിയ ഒരു പുസ്തകം വേണമെങ്കിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. 300 രൂപയാണ് ഇതിന്റെ വില. 300 രൂപ ഗൂഗിൾ പേ ചെയ്തിട്ട് ഏത് അഡ്രസ്സിലേക്കാണ് നിങ്ങൾക്ക് അയക്കേണ്ടത് എന്ന് കൃത്യം അഡ്രസ്സും പിൻകോഡും ഗൂഗിൾ പേയുടെ സ്ക്രീൻഷോട്ടും അടക്കം നിങ്ങൾ ഇട്ടു തന്നാൽ നിങ്ങളുടെ വീട്ടിൽ രജിസ്റ്റേർഡ് പാർസലായി ആ പുസ്തകം എത്തും. അതിനകത്ത് കൃത്യമായി എന്തൊക്കെയാണ് ഇനി സംഭവിക്കാനുള്ളത് എന്നും വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചുള്ള കൃത്യമായ വിശദീകരണങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ അവകൾ വായിച്ചു മനസ്സിലാക്കുക. തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വളരെ വ്യക്തമായി ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്. കൃത്യമായി വചനം നിങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് മാനസാന്തരത്തിന് തയ്യാറാവുക. അപ്പോൾ യേശുവിന്റെ വരവ് ഇന്ന് സംഭവിച്ചാൽ 7 കൊല്ലം യുദ്ധം നടക്കും. അത് ഒരു ഭാഗത്ത് ഇസ്രായേലും മറുഭാഗത്ത് ജാതികളുമാണ്. ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ ആദ്യത്തെ 3.5 കൊല്ലം അമേരിക്കയും ബ്രിട്ടനും സഖ്യകക്ഷികളും കൂട്ടുനിൽക്കും. സെക്കൻഡ് ഹാഫിൽ അവർ കൂട്ടുനിൽക്കില്ല. ആ 7 കൊല്ലം അവസാനിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പിന്നെയും ഒലിവുമലയിൽ ഇറങ്ങി വരും. ഇറങ്ങി വന്നിട്ട് ഇവിടെ 1000 വർഷത്തെ ഭരണം നടത്തും. 1000 വർഷത്തെ ഭരണം നടത്തുന്നതിന് പറയുന്ന പേരാണ് സഹസ്രാബ്ദ വാഴ്ച അല്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ച. അത് കഴിഞ്ഞാൽ ഉടനെ പിശാചിനെ ഒന്നുകൂടി അഴിച്ചുവിടുകയും പിശാച് നേരെ ചെന്ന് തനിക്ക് മാക്സിമം പേരെ തന്റെ കൂടെ കൂട്ടുകയും ചെയ്യും. ശ്രദ്ധിക്കണം, 1000 കൊല്ലം യേശുവിന്റെ ഭരണത്തിന് കീഴിലിരുന്ന ജനം, രക്ഷിക്കപ്പെട്ടിട്ടുള്ളവരല്ല അവരിലധികം പേരും 7 കൊല്ല പീഡാകാലത്തിൽ ഇസ്രായേലിനെ സംരക്ഷിച്ച ജനതയാണ്. അപ്പോൾ 7 കൊല്ല പീഡാകാലത്തിൽ ഇസ്രായേലിനെ സംരക്ഷിച്ച ജനതയാണ് കർത്താവ് 1000 ആണ്ടിലേക്ക് കടത്തിവിടുന്നത്. ആ 1000 ആണ്ട് കഴിയുമ്പോൾ പിശാചിനെ അഴിച്ചുവിടുമ്പോൾ ഈ ജനത്തിൽ നല്ലൊരു വിഭാഗം ആ പിശാചിന്റെ കൂടെ നിൽക്കും. അവരെ സ്വർഗത്തിൽ നിന്ന് തീ അയച്ച് കർത്താവ് ദഹിപ്പിക്കും. അതിൽ പ്രത്യേകിച്ച് മനുഷ്യൻ ഇടപാടൊന്നും തന്നെ ഇല്ല. അത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 7 മുതലാണ് പറയുന്നത്. 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയിലെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെ ഉള്ള ഗോഗ് മാഗോഗ് എന്നവരെ കൂട്ടിച്ചേർക്കേണ്ടതിന്, യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. അവൻ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. എന്നാൽ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. ഇതാണ് ഗോഗ് മാഗോഗ് യുദ്ധം. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ഓർഡർ പിടികിട്ടി കാണും. ഇന്ന് യേശുവിന്റെ വരവ്, ഇപ്പൊ നടക്കുന്നൊക്കെ റിഹേഴ്സലാണ്. യേശുവിന്റെ വരവ് കഴിഞ്ഞാൽ ഉടനെ യുദ്ധം ആരംഭിക്കും. അത് 7 കൊല്ലമാണ്. ആദ്യത്തെ 3.5 കൊല്ലം ഇസ്രായേലിനെ സംരക്ഷിക്കുവാൻ അമേരിക്കയും ബ്രിട്ടനും സഖ്യകക്ഷികളും ഉണ്ടാവും. 2ാം പകുതിയിൽ അവരുണ്ടാവില്ല. ഇസ്രായേൽ വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു കാലമുണ്ടാകും. 7ാം കൊല്ലം പൂർത്തിയാകുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഇസ്രായേലിന് വേണ്ടി ഇറങ്ങി വരും. അതിനുശേഷം പിശാചിനെ 1000 വർഷത്തേക്ക് പൂട്ടിയിട്ടിട്ട് 1000 വർഷം ഇവിടെ ഒരു ഭരണം നടക്കും. അതിന് പറയുന്ന പേരാണ് 1000 ആണ്ട് വാഴ്ച. അത് കഴിഞ്ഞാൽ ഉടനെ പിശാചിനെ കെട്ടിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ചെന്ന് സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നവരെ, ദൈവത്തിനെതിരെയുള്ള ജനത്തെ കൂട്ടിച്ചേർക്കും. അവരെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് തീയിറക്കി ദഹിപ്പിക്കും. അതിന് പറയുന്ന പേരാണ് ഗോഗ് മാഗോഗ് യുദ്ധം. അപ്പൊ ഇനിയുള്ള 2 യുദ്ധം പിടികിട്ടി. ആ യുദ്ധം കഴിഞ്ഞാൽ ഉടനെ മഹാസർപ്പത്തെ നരകത്തിലേക്ക് തള്ളിയിടും. അതിനുശേഷം അന്ത്യന്യായ വിധി. ആദം മുതൽ അന്ന് വരെ എന്ന് പറഞ്ഞാൽ ആദം മുതൽ ഈ അന്ത്യന്യായ വിധി വരെ ക്രിസ്തുവില്ലാതെ രക്ഷണ്യ പദ്ധതി സ്വീകരിക്കാതെ മരിച്ച സകലരും, മരിച്ചവർ ആബാലവൃദ്ധം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വരണം. ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലെന്ന ഒറ്റ കാരണത്താൽ അവരെ നരകത്തിലേക്ക് തള്ളിയിടും. അതിനുശേഷം നമ്മൾ പുതിയ ഭൂമിയിലേക്ക് കടക്കും. അവിടെയാണ് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വാസം. വളരെ ശ്രദ്ധിക്കുക, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അതാണ് ആ പദപ്രയോഗത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം. ഈ വീഡിയോയുടെ ഒടുവിൽ സുനിൽ പറയുന്ന ഒരു ഭാഗം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിങ്ങനെയാണ്: സുവിശേഷത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ബൈബിളിൽ ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു. ബൈബിൾ വചനം ഉദ്ധരിച്ചുകൊണ്ട് ചേട്ടൻ പറയുന്ന പല കാര്യങ്ങളും വളരെ ശരിയാണ് എന്ന് പറഞ്ഞിട്ട് പലരും നമ്മുടെ ടോക്കിന്റെ ജീവിതത്തെ കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് വിശ്വാസവും എന്റെ മതവും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ക്രൈസ്തവ പ്രചാരണം നടത്തുകയാണെന്ന് ചോദിച്ചാൽ എന്റെ ജാതിയിൽ, സമുദായത്തിൽ, മതത്തിൽപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. അതുകൊണ്ടല്ല, എന്റെ മുന്നിൽ ഒരു ഡോക്യുമെന്റ് ഇരിക്കുകയാണ്. ലോകത്ത് ഒരു സംഭവം നടക്കുന്നു. അത് ഈ ഡോക്യുമെന്റ് പ്രകാരം അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ സംഭവിക്കുകയാണ്. നോക്കൂ, അതിൽ റഷ്യയുമായി ഇസ്രായേൽ യുദ്ധത്തിൽ ഏർപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ മിനിഞ്ഞാന്ന് റഷ്യയെ ആക്രമിച്ചു, റഷ്യയുടെ ബേസ് ആക്രമിച്ചു. അപ്പൊ ഇത് ശരിയാണെന്നുള്ളത് ഞാൻ പറയാതിരിക്കുന്നത് എന്തിനാണ്?
സത്യം പറയുക എന്നുള്ളത് ഒരു മാധ്യമ പ്രവർത്തകന്റെ ജോലി തന്നെ. അത് ബൈബിൾ വചനം പറയേണ്ടി വന്നാൽ ബൈബിൾ വചനം പറയും. എനിക്ക് ബോധ്യപ്പെടുന്നത് ശരിയെന്ന് തോന്നിയത് ഞാൻ ഇനിയും പറയും. അതിന്റെ പേരിൽ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. ഈ നമുക്ക് കുറെ നമ്മുടെ ഓഡിയൻസിൽ നല്ല ശതമാനം ഹിന്ദുക്കളാണ്. അവർക്ക് ഈ ബൈബിളിനോടും യേശുദേവനോടും ഒരു വിരോധമില്ല. അവരെല്ലാം ആകാശാൽപതിതം ത്വയം വേദാഗച്ഛതി സാഗരേ സർവ്വദേവോ നമസ്കാരേ കേശവം പ്രതി ഗച്ഛതി എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ നിന്ന് വീഴുന്ന ജലം ഒഴുകി കടലിൽ ചെന്നു ചേരുന്നത് പോലെ ഏതു ദൈവത്തെ നമസ്കരിച്ചാലും അത് കേശവന്റെ മഹാവിഷ്ണുവിന്റെ പാതാരബന്ധങ്ങളിൽ എത്തിച്ചേരുന്നതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഹിന്ദു മതവിശ്വാസികൾ. അതാണ് സനാതന മതം. അതുകൊണ്ട് ഈ സത്യം പറയുമ്പോൾ അസ്വസ്ഥത ഉണ്ടാവും. അസ്വസ്ഥത ഒരു കൂട്ടരുണ്ടാവും. അതിന് ഞാൻ ഉത്തരവാദിയല്ല. അപ്പൊ പറയുന്ന കാര്യം വളരെ കൃത്യമായി മനസ്സിലായി കാണും. തിരുവെടുത്ത് പറയുന്ന സത്യം എന്താണോ അത് പറയാൻ ഞാൻ തയ്യാറാണ്. മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ സത്യം വിളിച്ചു പറയാൻ തയ്യാറാണ്. പക്ഷെ അദ്ദേഹം അവസാനം ഇങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്: ആകാശത്തുനിന്ന് വീഴുന്ന എല്ലാ മഴത്തുള്ളികളും തിരിച്ച് സമുദ്രത്തിലേക്ക് ചേരുന്നത് പോലെ എല്ലാ മതങ്ങളും തിരിച്ച് ദൈവത്തിങ്കിലേക്ക് ചേരും. അത് അബദ്ധമായ ചിന്തയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എന്തുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന യാതൊരു മതഗ്രന്ഥങ്ങളിലും ഇത്ര കൃത്യമായി ഭൂമിയുടെ ആരംഭത്തെക്കുറിച്ചും അവസാനത്തെക്കുറിച്ചും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചും പ്രതിപാദിച്ചിട്ടില്ല? സകല കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി വാലിഡായി പറഞ്ഞിരിക്കുന്ന ഒറ്റ ഗ്രന്ഥം വിശുദ്ധ വേദപുസ്തകം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചും താങ്കൾ വിശ്വസിക്കുന്നത് പോലെ ബാക്കിയുള്ള ഭാഗങ്ങളും കൃത്യമായി ഗ്രഹിക്കണം. എല്ലാ പുഴകളും വ്യത്യസ്ത ഇടങ്ങളിലൂടെ ഒഴുകി സമുദ്രത്തിലേക്ക് എത്തുന്നത് പോലെ എല്ലാ മതങ്ങളും സ്വർഗത്തിലേക്ക് എത്തുന്നു എന്ന, എല്ലാ റോഡുകളും റോമിലേക്ക് എന്ന് ചിന്തിക്കുന്ന ചിന്ത താങ്കൾ ഉപേക്ഷിക്കണം. തിരുവെടുത്ത് കൃത്യമായി പറയുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. തന്റെ മടിയിലിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു അവനെ വെളിപ്പെടുത്തി തന്നിട്ടേ ഉള്ളൂ. ക്രിസ്തു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ക്രിസ്തു പറയുന്നു, ഞാൻ വാതിലാകുന്നു. എന്നിലൂടെ പ്രവേശിക്കാത്തവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. ക്രിസ്തു പറയുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി. ക്രിസ്തു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ ഒരുക്കിയാൽ മടങ്ങി വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. പത്രോസ് പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. അധികം വാക്യങ്ങൾ തിരുവെഴുത്തിൽ അടിവരയിട്ട് ക്രിസ്തുവിലൂടെ അല്ലാതെ നിത്യജീവന് വകുപ്പില്ലെന്ന് പറഞ്ഞിരിക്കുമ്പോൾ സുനിൽ സാറെ, എങ്ങനെ താങ്കൾക്ക് പറയാൻ കഴിയും ആകാശത്തുനിന്ന് വീഴുന്ന എല്ലാ മഴത്തുള്ളികളും സമുദ്രത്തിലേക്ക് തിരിച്ചു മടങ്ങുന്നത് പോലെ എല്ലാ മതങ്ങളും സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന്? അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവത്തിങ്കിലേക്ക് എത്താൻ ഒറ്റ വഴിയേ ഉള്ളൂ. അത് വഴിയും സത്യവും ജീവനുമായ കർത്താവായ യേശു ക്രിസ്തു തന്നെ. ഒന്നുകൂടി പുസ്തകം നന്നായി പഠിക്കൂ, വായിക്കൂ, ഗ്രഹിക്കൂ, മനസ്സിലാക്കൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.